ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അല്ലേ. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ മുമ്പ് നമ്മൾ 2 ക്ലാസ്സസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ദ തേർഡ് പാർട്ട് ഓഫ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ ചൈൽഡ് സൈക്കോളജിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചൈൽഡ് സൈക്കോളജി എന്താണ്? വൺ ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി അല്ലേ. സൈക്കോളജിയിൽ അപ്ലൈഡ് സൈക്കോളജി എന്ന ബ്രാഞ്ചിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ബ്രാഞ്ചാണ് എന്ത്? ചൈൽഡ് സൈക്കോളജി. ഓക്കെ, അപ്പോൾ എന്താണ് ചൈൽഡ് സൈക്കോളജി എന്ന് നോക്കാം. ഇറ്റ് സ്റ്റഡീസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ചിൽഡ്രൻസ് ഡെവലപ്മെൻറ്റ് ലൈക്ക് ഫിസിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ. എന്താണ് ചൈൽഡ് സൈക്കോളജി? അതൊരു പഠനമാണ്. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ചിൽഡ്രൻസ് ഡെവലപ്മെൻറ്റ്, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൻ്റെ പല രീതിയിലുള്ള പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റഡിയാണ് എന്ത്? ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്? ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലേ, ശാരീരികപരമായിട്ടുള്ള വളർച്ച. ദെൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. കോഗ്നിറ്റീവ് മീൻസ് വൈജ്ഞാനികമായിട്ടുള്ള കുട്ടികളുടെ വളർച്ച, അതായത് ബുദ്ധിപരമായിട്ടുള്ള അതല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള അവരുടെ ബുദ്ധിയുടെ വികാസത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ്. അതുപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അല്ലേ, അവരുടെ വൈകാരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റും കൂടെ എന്തിൽ പഠിക്കുന്നുണ്ട്? ചൈൽഡ് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ഫോക്കസസ് ഓൺ ദ ഇൻഫാൻസി, ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളിസൻസ് ഓഫ് ദ ചൈൽഡ്. എന്താ പറയുന്നത്? ഇത് ഒന്നിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ? ദ ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ സ്വഭാവത്തെ അതല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോക്കസസ് ഓൺ ദ ഇൻഫാൻസി. എന്തിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ്? കുട്ടികളുടെ ഏതൊക്കെ സ്റ്റേജസ് ഓഫ് ഗ്രോത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? പഠിക്കാൻ, അവരുടെ സ്വഭാവത്തെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഫാൻസി അല്ലേ. ഇൻഫാൻസി മീൻസ് ശൈശവം. അവരുടെ ശൈശവകാലത്തെ അവരുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ഒക്കെ കുറിച്ച് മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ്. ഇൻഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു 0 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ള ഏജ് വരുന്ന കുട്ടികളെ അല്ലേ, ആ ഒരു ഏജിലുള്ള ശൈശവ കാലഘട്ടത്തിലൂടെ പോകുന്ന കുട്ടികളെക്കുറിച്ച് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് മീൻസ് 3 to 9 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ഒക്കെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ ചൈൽഡ് സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അഡോളിസൻസ് അല്ലേ. അഡോളിസൻസ് എന്താണ്? കൗമാരപ്രായം അല്ലേ. കൗമാര കാലഘട്ടത്തിൽ കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ചൈൽഡ് സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്? ചൈൽഡ് സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? ഒരു സൈക്കോളജിക്കൽ ബ്രാഞ്ചാണ്, ഒരു അപ്ലൈഡ് സൈക്കോളജിക്കൽ ബ്രാഞ്ചാണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അതെന്തൊക്കെ നമുക്ക് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ദ ചിൽഡ്രൻസ് ഡെവലപ്മെൻറ്റ് ലൈക്ക് ഫിസിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ. കുട്ടികളുടെ ശാരീരികപരമായിട്ടും കോഗ്നിറ്റീവ് അല്ലേ വൈജ്ഞാനികപരമായിട്ടും അതുപോലെ തന്നെ വൈകാരികപരമായിട്ടുമുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? ചൈൽഡ് സൈക്കോളജി അല്ലേ. ദെൻ അതെന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? കുട്ടികളുടെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളായ ഇൻഫാൻസിയിൽ, അതുപോലെ ചൈൽഡ്ഹുഡിൽ, അതുപോലെ അഡോളിസൻസിലൊക്കെ ഇവരുടെ സ്വഭാവം അല്ലേ, അവരുടെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും അവരുടെ ബിഹേവിയറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചും കൂടെയാണ് എന്ത്? ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ക്ലിയർ? അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ് സൈക്കോളജി. ചൈൽഡ് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകതകൾ അല്ലേ. അതുകൊണ്ടുള്ള ഗുണങ്ങൾ അതല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചൈൽഡ് സൈക്കോളജിയുടെ എന്ന് നമുക്ക് നോക്കാം. ടു അണ്ടർസ്റ്റാൻഡ് ദ ചൈൽഡ് ബെറ്റർ. എന്താണ്? കുട്ടിയെ നല്ല രീതിയിൽ അല്ലേ, ടു അണ്ടർസ്റ്റാൻഡ് ദ ചൈൽഡ് ബെറ്റർ, ഏറ്റവും നല്ല രീതിയിൽ ഒരു കുട്ടീനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചൈൽഡ് സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ദെൻ സെക്കൻഡ് വൺ ടു നോ ദ പ്രോബ്ലം ഓഫ് സൈക്കോളജിക്കൽ ഒറിജിൻ അല്ലേ. പല കുട്ടികളും എല്ലാ കുട്ടികളും ഒരുപോലെയുള്ള സ്വഭാവക്കാരാവില്ല അല്ലേ. പല കുട്ടികൾക്കും സൈക്കോളജിക്കലി പല പ്രോബ്ലംസ് ഉണ്ടാകും. ചിലർ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും, ചിലർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചിലർക്ക് എന്താണ് മാനസികപരമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ കുട്ടികളുടെ ആ ഒരു പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒറിജിൻ എവിടെയാണ്, അത് എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് മാനസികപരമായിട്ട് സൈക്കോളജിക്കലി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത്, എവിടെ നിന്നാണ് അതിൻ്റെ ഉറവിടം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മളെ അവർക്ക് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈൽഡ് സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടു എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സൈക്കോളജി മനസ്സിലാക്കി നല്ല രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും, ചൈൽഡ് സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ടു ഗെയിൻ ദ കോൺഫിഡൻസ് ഓഫ് ദ ചൈൽഡ്. എന്താണ് പറയുന്നത്, കുട്ടികളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. പല കുട്ടികൾക്കും പല കോൺഫിഡൻസ് ലെവലായിരിക്കും അല്ലേ. പലരും നല്ല ആക്റ്റീവായിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് ഒരു പുഷ് വേണ്ടി വരും അല്ലേ. അവർക്ക് അവരുടെ കോൺഫിഡൻസ് ഒന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പുഷ് കൊടുക്കേണ്ടി വരും. സോ അങ്ങനെയുള്ള കുട്ടികളെ മനസ്സിലാക്കിയിട്ട് അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനും അവരുടെ എന്താണ് സൈക്കോളജി മനസ്സിലാക്കിയിട്ട് അല്ലേ, അവരുടെ ആ ഒരു മാനസിക നില മനസ്സിലാക്കിയിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈൽഡ് സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അവരുടെ കോൺഫിഡൻസ് ലെവൽ അല്ലേ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈൽഡ് സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് ടു ടീച്ച് ദ ചൈൽഡ് ആൻഡ് പാരൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്രൈമറി കെയർ അല്ലേ. നമ്മൾ പാരൻസിനെയും നമ്മൾ ഈ ഒരു പീരീഡിലുള്ള ഈ ഒരു ഏജിലുള്ള പ്രൈമറി ഒരു ഏജിലുള്ള കുട്ടികളുടെ പാരൻസിനെയും അതുപോലെ കുട്ടികളെയും ഈ പ്രൈമറി കെയർ എന്തൊക്കെ രീതിയിൽ അവർക്ക് കൊടുക്കണം അല്ലേ, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ഏജിൽ അല്ലേ, ഈ ഒരു പ്രൈമറി ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഏജിൽ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അല്ലേ. അവർക്ക് പലതരത്തിലുള്ള കെയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അവർക്ക് മെൻ്റലി ഫിസിക്കലി അതുപോലെ അവരുടെ എൻവയോൺമെൻറ്റൊക്കെ എന്ത് ചെയ്യണം, അവരുടെ ഒരു കംഫർട്ടബിൾ ലെവലിൽ എത്തിക്കുക അതിന് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അല്ലേ. അവർ ഓക്കെയാണ്, അവർ കംഫർട്ടബിൾ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ അവർക്ക് അവരുടെ ചുറ്റുപാടുമായിട്ട് ഇണങ്ങി ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ ഈ ഒരു ഏജിൽ അവർക്ക് വേണ്ടുന്ന കെയർ അല്ലേ, പ്രൈമറി കെയേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പാരൻസിനെയും അതുപോലെ കുട്ടികളെയും പറഞ്ഞ് അതിനെക്കുറിച്ചൊരു അവയർനെസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചൈൽഡ് സൈക്കോളജി ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ സിക്സ്ത് വൺ ഈസ് ടു പ്രൊഡ്യൂസ് എ കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ്. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ അവരുടെ നീഡ്സ് അല്ലേ, അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ ചെറിയ കുട്ടികൾക്ക് അവരുടെ എൻവയോൺമെൻറ്റ് അവർക്ക് ഇണങ്ങുന്ന രീതിയിലായിരുന്നാൽ മാത്രമേ അവരതുമായിട്ട് എന്താവുള്ളൂ, സിങ്കായിട്ട് പോവുള്ളൂ അല്ലേ. അപ്പോൾ അവർക്ക് ചില നീഡ്സ് ഉണ്ടാവും, ആവശ്യങ്ങൾ അവരുടെ ചുറ്റുപാടുകളെ ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചൈൽഡ് സൈക്കോളജി ഹെൽപ്പ് ചെയ്യും. അവരുടെ ആ ഒരു നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ എൻവയോൺമെൻറ്റിനെ അവർക്ക് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യും, ചൈൽഡ് സൈക്കോളജി ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് പറഞ്ഞത് ടു അണ്ടർസ്റ്റാൻഡ് ദ ചൈൽഡ് ബെറ്റർ അല്ലേ. കുട്ടിയെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമ്മൾ ചൈൽഡ് സൈക്കോളജി ഹെൽപ്പ് ചെയ്യും. ദെൻ ടു നോ ദ പ്രോബ്ലം ഓഫ് സൈക്കോളജിക്കൽ ഒറിജിൻ. അവർക്ക് സൈക്കോളജിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് നമുക്ക് അവരുമായിട്ട് സംവദിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതെന്താണ്, ടു എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈൽഡ് സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടു ഗെയിൻ ദ കോൺഫിഡൻസ് ഓഫ് ദ ചൈൽഡ്. കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ടുവരാൻ ചൈൽഡ് സൈക്കോളജിയിലൂടെ നമുക്ക് സാധിക്കും. ദെൻ ടു ടീച്ച് ദ ചൈൽഡ് ആൻഡ് പാരൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്രൈമറി കെയർ അല്ലേ. പ്രൈമറി കെയറിനെ കുറിച്ചുള്ള അവയർനെസ് ടീച്ചേഴ്സിനും കുട്ടികൾക്കും പാരൻസിനും കൊടുക്കാൻ വേണ്ടിയിട്ട് ചൈൽഡ് സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ടു പ്രൊഡ്യൂസ് എ കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ് അല്ലേ. കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും ചൈൽഡ് സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.